ഇത്തരം ഓരോ തരം പ്രാർത്ഥിച്ചു പറകയും ചിത്തവിസ്മയവാദ്യഘോഷങ്ങൾ പലതരം കൂടവേ കലർന്നിടകൂടി മേളിച്ചു ജനം. പാടവം വാക്കിനില്ല ചൊല്ലുവാനവയൊന്നും അന്നേരം അന്തഃപുര സ്ത്രീകളും ദാസിമാരും ഒന്നിച്ചു പുറപ്പെട്ടു രുക്മിണിയോടും കൂടി ഗൗരിയെ വന്ദിപ്പാനായി. എത്രയും മേളത്തോടും സാരസനേത്രയായ രുക്മിണി തൻ്റെ നാലു ഭാഗത്തും നിറഞ്ഞോരു പൗരനാരികളാലും വേഗമെന്നിയേ നടന്നങ്ങു പോകുന്ന നേരം കൃഷ്ണപാദാബ്ജമുള്ളിലേറ്റവും ഉറപ്പിച്ചു കൃഷ്ണ കൃഷ്ണേതി നാമം ജപിച്ചു വൈദർഭിയും സംഗീതവന്ദിസ്തുതി പാഠകാദികളോടും മംഗലമൃദുവാദ്യമേളഘോഷങ്ങളോടുമേറിയ പൗരനാരീജനങ്ങൾ ശോഭിച്ചിട്ടങ്ങേറിയ ഭൂഷണങ്ങളണിഞ്ഞു മന്ദം മന്ദം ചെന്നിതു ഹൈമവതി തന്നുടെ ഗ്രഹോപാന്തേ ചെന്നു ദേഹവും ശുദ്ധി വരുത്തി അകമ്പുക്കാൾ. സുന്ദരി തന്നെ കൊണ്ടുപോന്നീട വേണമെന്നു നന്നായി നിരൂപിച്ചു കൃഷ്ണനും മുന്നേ തന്നെ ഓരോരോ വിചിത്രങ്ങൾ നടന്നു കണ്ടു ഗൗരിതൻ ഗൃഹാന്തത്തിൽ ചെന്നങ്ങു പാർത്തിയിടിനാൻ. അന്നേരം ഭൂസുര സ്ത്രീ ജനങ്ങൾ അസംഖ്യമായി വന്നിതങ്ങലങ്കാരത്തോടു പാർവതീ ക്ഷേത്രേ വൃദ്ധമാരായിടുന്ന ഭൂസുര സ്ത്രീകൾ വന്നു ബദ്ധമോദേന ക്രമാൽ രുക്മിണി തന്നെ കൊണ്ടു മന്ത്രമുച്ചരിപ്പിച്ചു സാദരം വന്ദിപ്പിച്ച് മന്ത്രാർത്ഥസ്വരൂപിണിയാകിയ ഗൗരി തന്നെ രാജവർഗങ്ങൾക്കെല്ലാം ദൈവമാം ഹരനെയും പൂജിതന്മാരായി മേവും നിന്നുടെ പുത്രരെയും വന്ദിച്ചു വണങ്ങുന്നേൻ. ലോകനാഥയായി മേവും നിന്നുടെ പാദാംബുജം വണങ്ങിയിടുന്നേനഹം. നന്ദനൻ മമകാന്തനായി വന്നിടുവാൻ ഇന്നു നിൻ കൃപ വേണമെന്നൊരു ധ്യാനത്താലേ വന്ദിച്ചു വഴി പോലെ രുക്മിണി താനും പിന്നെ നന്നായി നമസ്കരിച്ചിടിനാൾ. ഇഥമോർത്തപ്പങ്ങൾ മലർപഴപായ സാധ്യങ്ങൾ കൊണ്ടും പുഷ്പമാല്യാദി ധൂപദീപങ്ങളിവ കൊണ്ടും വിപ്രപത്നിമാർ ഗൗരി തന്നെയും പൂജിച്ചതിസുപ്രസാദാത്മാവോടും തീർത്ഥവും പ്രസാദവും വൈദർഭി തനിക്കങ്ങു കൊടുത്തിതവർക്കായി. വൈദർഭി വിത്തരത്നവസ്ത്രാദി വേണ്ടുവോളം ചിത്തമോദത്തോടേറെ കൊടുത്തിതവർകളും ചിത്തവും തെളിഞ്ഞേറ്റം ആശീർവാദവും ചെയ്തു ചെന്താമരാക്ഷൻ തന്നെ കാന്തനായി വരികയെന്നന്തണനാരികളും ഏറ്റവും ആജ്ഞാപിച്ചു വന്ദിച്ചിട്ടവരോടങ്ങാജ്ഞയും വാങ്ങിക്കൊണ്ടു പിന്നെത്തൻ മുനിവ്രതത്യാഗവും ചെയ്തുകൊണ്ട് ഗൗരീ വന്ദനം ചെയ്തു പുറപ്പെട്ടു പരമാനന്ദത്തോടെ നടന്നു മന്ദം മന്ദം. ഉത്തമരത്നങ്ങളാം മോതിരങ്ങളാൽ ശോഭിച്ചത്രയും വിളങ്ങുന്ന പാണിപത്മത്തെ കൊണ്ടിഷ്ടമായിരിപ്പോരു തോഴിതൻ പാണി പിടിച്ച് അഷ്ടലക്ഷ്മികളോടു ലക്ഷ്മി താൻ വരും പോലെ കണ്ടു മന്നവർ ഏറ്റം വിഭ്രമചിത്തന്മാരായി കൊണ്ടലും ചന്ദ്രതുല്യവദന സുശോഭയും ചന്ദ്രിക പരന്നതുപോലെയാ മുഖാംബുജേ മന്ദമായി വിളങ്ങുന്ന മൃദുഹാസാഭയോടും കാമന്റെ ധനുസ്സിനെ വെന്നീടും ചില്ലികളും കാമുകന്മാർക്കു ചിത്തമിളകും കടാക്ഷവും കുന്തസൂനങ്ങൾ തന്നെ ജയിച്ച ദന്തശോഭ മിന്നുന്ന കുണ്ടലത്താൽ ശോഭിത ഗന്ധങ്ങളും ചെന്തൊണ്ടിപ്പഴം ശോഭിച്ചീ
പവിഴവും ചാന്തമില്ലെന്നു നാണിച്ചീടിനോരധരങ്ങൾ. വ്യഞ്ജനസ്ഥലങ്ങളിൽ ശോഭിച്ച ഭൂഷണങ്ങൾ മഞ്ജുളമായ കൃശമധ്യവും ദിവ്യാംബരം തന്മീതേ അണിഞ്ഞൊരു കാഞ്ചി നൂപുരങ്ങളാൽ സന്മയപ്രഭ പാദകേശാന്തം മനോഹരം. ഏവം വൈദർഭിതന്റെ സൗന്ദര്യ ശോഭ കണ്ടു ഭൂവരന്മാരുമേറ്റം മോഹിച്ചു പറഞ്ഞിത്. ആശ്ചര്യമേറ്റമിതം ആശ്ചര്യം ഹാ ജയാശ്ചര്യം ഹരിഹരി ആശ്ചര്യം ചൊല്ലാവതോ. ഇങ്ങനെ പല ജനം പറയും നേരത്തിങ്കൽ മംഗലസ്വരൂപിണിയാകിയ രുക്മിണിയും വാമമാം കരാങ്കുലി കൊണ്ടു തൻപുരി കുഴൽ കാമിനി ചെറ്റു നീക്കി കാമുകം കൃഷ്ണൻ കാൺമാൻ മന്ദമായി കടാക്ഷിച്ചു ലജ്ജയാ വൈദർഭിയും വന്നോരു നൃപന്മാരെയൊക്കവേ പരക്കവേ. എന്നതു നേരം അവൾ കൃഷ്ണനെ കണ്ടപ്പോഴേ മന്ദാക്ഷമോടു മുഖപത്മവും താഴ്ത്തിയിടിനാൾ. നല്ലാരിൽ മണിമൗലി രുക്മിണി തൻ്റെ നല്ല ചില്ലികൾ കൊണ്ടു തല്ലുകൊണ്ടു ഭൂപതി വീരർ തേരിലും ആനമേലും കുതിരമേലും നിന്നു പാരാതെ ഭൂമി തന്നിൽ പതിച്ചു വിസ്മയിച്ചാർ. ലോകനായകൻ തൻ്റെ മായാദേവിയെ കണ്ടാൽ ലോകവാസികൾ ഭ്രമിക്കുന്നതെന്തൊരു ചിത്രം. കോമളഗാത്രിയാകും കന്യക തന്നെ കണ്ടു ഭൂമിപന്മാരും കന്യ തന്നെയും നോക്കി നിന്നാർ. വീരന്മാരായ നൃപഭീരുക്കൾ കാൺകെ തന്നെ തേരുമായി ചെന്ന് കൃഷ്ണൻ വേഗേന വൈദർഭിതൻ പാണിപത്മത്തെ പിടിച്ചാദരവോടു ശീഘ്രം ക്ഷോണിയിൽ നിന്നു രഥം തന്നിൽ അങ്ങെടുത്തേറ്റി മുന്നമങ്ങമരകൾ സഭയിൽ നിന്ന് സുധപന്നകാരാതി കൊണ്ടുപോന്നോരു കണക്കിനെ. സുന്ദരി തന്നെ കൊണ്ടു മാധവൻ യദുക്കളോടൊന്നിച്ചു മന്ദം മന്ദം യാത്രയും തുടങ്ങിനാൻ. അന്തഃപുര സ്ത്രീജനം ഭീഷ്മകൻ ബ്രാഹ്മണരും നന്ദപുരവാസികളായുള്ള ജനങ്ങളും നന്നു നന്നെന്നു മേൽമേൽ പുകഴ്ത്തി തുടങ്ങിനാർ. വന്നു വീണിതു പുഷ്പവർഷവും മേൽക്കുമേലെ ജംബുകന്മാർ തൻ മധ്യേ ഇരിക്കും സിംഹഭാഗം ജംബുകർ കണ്ടിരിക്ക കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോവതു കണ്ടു മറ്റുള്ള നൃപന്മാരും. കൊണ്ടൽ വർണ്ണനാം സിംഹത്തോടപ്പോൾ വ്യഗ്രിച്ചിട്ട് വീരനാം ജരാസുതന്നാദിയാം നൃപന്മാരും പാരം മാനസഭ്രമം കൈക്കൊണ്ടു ചൊല്ലിയിടിനാർ. കഷ്ടമാഹന്ത കഷ്ടമിന്നതിഖലൻ ഓർത്താൽ ദുഷ്ടഗോപാലൻ. നാം ഇന്നൊക്കവേ ഇരിക്കവേ കന്യക തന്നെ കൊണ്ടു ഗമിപ്പതോർത്തു കണ്ടാൽ വന്നിതി യശോഹാനി നമുക്കിന്നെല്ലാവർക്കും. ഇന്നു വില്ലാളി വീരന്മാരായ നാം ഒന്നിച്ചു ചെന്നു കൃഷ്ണനെ കൊന്നു പെണ്ണിനെ വീണ്ടിടണം. ഇത്തരം പറഞ്ഞവരൊക്കെയും ഒരുമിച്ചു യുദ്ധസന്നദ്ധന്മാരായി സത്വരം പുറപ്പെട്ടാർ. ചെന്നു യാദവന്മാരെ തടുത്തു നൃപന്മാരും അന്യൂന കോപത്തോടെ യുദ്ധവും തുടങ്ങിനാർ. അന്നേരം മുകുന്ദനും രാമനും കോപത്തോടെ പിന്നെ സാത്യകി മുതൽ യാദവ വീരന്മാരും ഒന്നിച്ചു ശരവർഷം തുടങ്ങി നൃപസൈന്യം കൊന്നൊടുക്കിനാർ കോപേന രാമാദികൾ.
സൈന്യനാശത്തെ കണ്ടു മന്നവന്മാരുമേറ്റം നന്ദിച്ചു നന്നു നന്നെതിർത്താരതിഘോരം. യാദവ വീരന്മാർക്ക് ബാണങ്ങളേൽക്ക മൂലം മോദവും കുറഞ്ഞുള്ളിൽ ക്ഷീണഭാവത്തെ കണ്ടു വൈദർഭി ലജ്ജയോടും മാധവ മുഖാംബുജം വേദന പൂണ്ടു നോക്കി മാഴ്കിനാളത് കണ്ട് ഖേദിക്ക വേണ്ട ബാലേ പേടിയായി കേതുമെടോ വേദന തീർപ്പൻ ബാണവർഷത്താൽ ക്ഷണം ഞാനും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.